വൺലൈൻ എഴുതുന്നതിന് ഓരോ തിരക്കഥാകൃത്തിനും ഓരോ ശൈലി ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സിന്ധുരാജൻ്റെ വൺലൈൻ ശൈലി നമുക്ക് പരിശോധിക്കാം. നമ്മളിപ്പോൾ എഴുതുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവങ്ങൾ എഴുതും. ഇത് എഴുതി കഴിഞ്ഞിട്ടും പിന്നീട് നമുക്ക് തോന്നുന്നില്ല, ഞാനിങ്ങനെ റെഡ് മഷിക്ക് അതിനകത്ത് തന്നെ വീണ്ടും വീണ്ടും എഴുതിപ്പോകും. സൈഡിലൊക്കെ അത് എഴുതിപ്പോകണ്ടാവും. അതിങ്ങനെ എഴുതി ഇതിനകത്ത് ചേർക്കും. അപ്പോൾ വീണ്ടും വീണ്ടും വായിക്കും തോറും ഈ സീനിൽ വരാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും അതിനകത്ത് തന്നെ അവിടെ ആയിട്ട് എഴുതി പോകുന്ന ഒരു ശീലമുണ്ട്. കാർ ഓടിക്കുന്നത് മോനായിയാണ്. പെട്ടെന്ന് മോനായിയുടെ കാറിന് മുന്നിലേക്ക് ഒരുത്തൻ തല്ലുകൊണ്ട് വന്ന് വീഴുന്നു. അതിലേക്ക് അഡീഷണലായിട്ട് വേറെ കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഒരു സീനിൽ വരാവുന്നത് മൊത്തം എഴുതി പോവുകയും, അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത സ്ക്രീൻ പ്ലേ ഡയലോഗ് എഴുതുന്ന ഒരു സമയത്ത് കുറച്ചുകൂടെ അതിനകത്ത് വരാവുന്ന കാര്യങ്ങളും ആ എഴുത്തിൻ്റെ സമയത്തുണ്ടാകുന്ന ഗ്രാജുവലി അല്ല, ഇത് വെച്ചിട്ട് സംവിധായകനായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന സജഷൻസ് അതും ഇതിനകത്ത് ഇതുപോലെ നമ്മൾ എഴുതി പോകാം. ഇപ്പം ചിലപ്പോൾ ഒരു ക്യാരക്ടറിന് ആ സീനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ചിലപ്പോൾ ചെയ്യാം. പിന്നീട് ഏതെങ്കിലും ടോട്ടൽ സീനുകൾ നോക്കിയിട്ട് സീനുകൾ ഒഴിവാക്കിയിട്ട് പരന്നു പോകുന്നുണ്ടെങ്കിൽ മാറ്റാം. അപ്പോൾ ഒരു തിരക്കഥ എഴുതുന്നതിന് മുമ്പ് തന്നെ ഒരു തിരക്കഥയുടെ എഡിറ്റഡ് വെർഷനിൽ തിരക്കഥ എഴുതാം. ഇതിൻ്റെ ഒന്നും കൃത്യമായ നിയതമായ ഒരു വ്യാകരണ ചിട്ടകൾ ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല. കാരണം അവരവർ പ്രായോഗികമായിട്ട് എങ്ങനെ പാലിച്ചു പോകുന്നുള്ള ഒറ്റ വരി അതെനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. തിക്കൊടിയ മാഷ് ഒരു ദിവസം ഭയങ്കര ശുഭിതനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സേതുമാധവൻ ഉണ്ട്, അയാൾ വൃത്തികെട്ടവനാണ്, അയാൾ ഭയങ്കര അഹങ്കാരിയാണ്. അപ്പം അയാൾ വളരെ സൗമ്യനായൊരു മനുഷ്യനാണ്. എടോ, എന്നെ ഒരിക്കൽ കഥ പറയാൻ വേണ്ടി സത്യൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ മുറിയിൽ ചെന്ന് അളകാപുരിയിൽ. അപ്പോൾ ഇയാളുടെ അടുത്ത് ഞാനൊരു നാടകത്തിൻ്റെ കഥ സിനിമയ്ക്ക് വേണ്ട പോസിബിലിറ്റീസൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, മിസ്റ്റർ തിക്കടിയൻ, എനിക്ക് നിങ്ങളുടെ കഥ ഒരു 3 മിനിറ്റിനുള്ളിൽ ചുരുക്കുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അത് പറ്റില്ല, എനിക്കൊരു 1 മണിക്കൂറെങ്കിലും സമയം വേണം. അല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3 മിനിറ്റിനുള്ളിൽ ആ കഥ ചുരുക്കി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ ഇമ്പ്രസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് 1 മണിക്കൂറല്ല, നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇടുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ എനിക്ക് 3 മിനിറ്റിൽ ആദ്യം കേൾക്കും. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ എനിക്ക് കേൾക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്. അപ്പോൾ സേതുമാധവനോട് ഞാൻ ചോദിച്ചു, അങ്ങനെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളി ചിരിച്ചത്, തൻ്റെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റിനെ 3 മിനിറ്റ് കൊണ്ട് കാച്ചിക്കുറുക്കി പറയാൻ കഴിയാത്ത ഒരാൾ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ പറയും? അതൊരു സംവിധായകൻ്റെ ഇതിനോടുള്ള അപ്രോച്ചാണ്. ഈ ഒറ്റ വരി എന്ന് പറയുന്നത്, ഡീറ്റെയിൽ വൺലൈൻ എന്ന് പറയുന്നത്, അതൊക്കെ നമ്മുടെ ഒരു പ്രവർത്തന രീതിയുടെ സൗകര്യമാണ്. ഒരു കഥാ സൂചന നമ്മളൊന്ന് എഴുതുന്നു എന്ന് പറയുന്നത് അത് ആരെങ്കിലും ഒരാളെ കാണിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എങ്കിലേ അപ്പോൾ അത് സംവിധായകർക്കും സൗകര്യമാണ്. അവർക്ക് ആർട്ടിസ്റ്റുള്ള കാര്യങ്ങളും മറ്റേതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇപ്പോൾ സംവിധാനം ചെയ്യുന്നത് മറ്റൊരാളാണ്, അയാളുടെ ഇൻട്രസ്റ്റുകളുണ്ടാവും, അയാളുടെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ടാവും. ഒരു ഫ്രിക്ഷൻ സംവിധായകനായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലാലുമായിട്ട് തന്നെ 2 സിനിമ ചെയ്തിട്ടുണ്ട്. മുല്ല ചെയ്തു, SM ചെയ്തു. ഇപ്പോൾ സംവിധായകൻ്റെ സ്വാതന്ത്ര്യം, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു വേവ് ലെങ്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളെപ്പോഴും ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ എഴുതുന്നൊരു സമയത്ത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 2 പേരുടെ തമ്മിൽ 2 പേരുടെയും ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ ഒരുപോലെയാണെങ്കിൽ ഇപ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വഴക്കുകളും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഏതാണ് ഇതിൽ നിന്ന് ശരിയെന്നതിലേക്ക് എത്തിച്ചേരുക, അത് പരസ്പരം തിരിച്ചറിയുക എന്ന് പറയുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥയാണ് അൾട്ടിമേറ്റ് സിനിമയുടെ തിരക്കഥ എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. ചിലർ തിരക്കഥയിൽ നിന്നേ അകന്നു പോകും. ഇപ്പോൾ ജോൺ അബ്രഹാം അഗ്രഹാരത്തിൽ കഴുത എടുക്കുന്നു. അഗ്രഹാരത്തിൽ കഴുതയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ബ്രസോണിൻ്റെ ബാൽത്തസാറാണ്, ബാൽത്തസാർ. പക്ഷേ ജോൺ എടുത്തു വന്നപ്പോഴേക്ക് ബാൽത്തസാറുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ജോൺ അതൊരു തിരക്കഥാകൃത്തിന് വെങ്കട്ട് സ്വാമിനാഥന് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ്. വെങ്കട്ട് സ്വാമിനാഥൻ അതിനൊരു തിരക്കഥ എഴുതി, അത് സംഭാഷണ പ്രധാനമായിരുന്നു. ആ തിരക്കഥ എടുത്തു വെച്ചിട്ട് ജോൺ ചെയ്തപ്പോൾ ഈ തിരക്കഥയില്ല അതിൽ. ജോൺ 3ാമതൊരു തിരക്കഥയാണ്, വേറൊന്നാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതാണ് അവസാനം ആയിട്ട് നമ്മൾ കാണുന്ന ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ സംവിധായകൻ്റെ രീതി അതായിരുന്നു. ഒരു തിരക്കഥാകൃത്തിനെ ഏൽപ്പിച്ചെങ്കിലും തിരക്കഥാകൃത്തിൻ്റെ രചനയെ ഫോളോ ചെയ്യാൻ മടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തൻ്റേതായ രീതിയിൽ ചിത്രം ചെയ്യുന്നു. അപ്പോൾ കലയുടെ സാമാന്യ രീതി തന്നെ അതാണ്. ഇപ്പോൾ ഇനി ഉടനെ ചെയ്യാൻ പോകുന്ന സിനിമകൾ ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ജോണി ആൻ്റണി, മമ്മൂട്ടി ഒരു ഫിലിം, ഷാജി കൈലാസ്, പൃഥ്വിരാജ് ഒരു ഫിലിം, 2 വൻ സിനിമകളാണ്. ഷാഫി, ദിലീപ് 3 സിനിമകളാണ്. വിവാഹം അടുത്തിടയ്ക്ക് കഴിഞ്ഞു. വൈഫിൻ്റെ പേര് ഷാജ ഷൈൻ എന്നാണ്, ഒരു ഹോമിയോ ഡോക്ടറാണ്.